Hello guys, good morning, good afternoon, good evening, everything. So, കല്യാണ വീഡിയോ കല്യാണത്തിന്റെ സംഭവങ്ങൾ മറ്റു ടൈറ്റിലും തമ്മിലും കൊടുത്തിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വർത്താനം പറയുന്നത് വിചാരിക്കുന്നത്. വേറൊന്നുമില്ല, കല്യാണത്തിന് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടായി. സോ അതൊക്കെ നിങ്ങൾക്ക് നല്ല മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ ക്യാമറ പോട്ട് നേരെ കല്യാണ തലേന്ന് ഹൽദി നൈറ്റിലേക്ക്. ചേച്ചിയുടെയും അമലിന്റെയും കലാവിരും എന്റെ മോനെ മൂക്കളിട്ടവരുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു ശിവേട്ടന് കൈവർക്കുന്നു. കുടുംബശ്രീന്റെ കാര്യം നടക്കുന്നുണ്ട്. ആരെ ലോണിന്റെ പൈസ തരാൻ വേണ്ടിയാ പറയുന്നതെന്നുള്ള അറിയില്ല. മിക്കവാറും ഈ വീഡിയോ അറിയിക്കാൻ എന്നെ കൊല്ലും. എന്തോ നല്ല പരിപാടിയാണ്. സംഭവം കണ്ണു കാണുന്നില്ല. പെട്ടെന്നായോണ്ട് പാട്ടുപാടാന്നല്ല പറയുന്നത്. ഞാൻ കണ്ടില്ല. ആ എന്നെ ആരും അന്വേഷിച്ചെന്ന് കേട്ടു. എന്താ ചെയ്യണ്ടേ റെഡിയായി വരുന്നു. നമ്മുടെ റോച്ച ഫാമിലിയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ മഞ്ഞ കല്യാണത്തിനെ മികവുറ്റതാക്കാൻ വേണ്ടി നമ്മളൊരു ഗാനം നമ്മളെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റോച്ച ഫാമിലിയിലെ ഓരോ വ്യക്തികളും നല്ല കഴിവുറ്റവരാണെന്ന്. കല്യാണത്തിന് റെഡിയായി വരുന്നു, മഞ്ഞ കുപ്പായമിട്ട് റെഡിയായി വരുന്നു, റെഡിയായി വരുന്നു, സീനായ് കുട്ടൻ റെഡിയായി വരുന്നു, മേരിയുടെ വിക്ടറിന്റെ ഓമനപുത്രൻ സിംഹയുടെ കൊച്ചാങ്ങള കിട്ടിപ്പോയി കല്യാണം കഴിക്കാനായി. പാട്ട് പഠിക്കുന്നുണ്ട്. പാട്ടെങ്ങനെ ഞാനില്ല, ഞാനിമാര് സാധനം ചെയ്തില്ല. പാട്ടൊക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല. എടി എനിക്ക് രസൂലടി ഇങ്ങനെ സീനടോ രസമുണ്ടോ. മുകളിൽ വരാത്തവർക്ക് താഴത്ത് ഒന്നും കൂടി പരിപാടി. താഴെ ഒന്നും കൂടി പരിപാടി. ഇതേ പാട്ടും വെച്ചിട്ട് ഒന്നുകൂടി. കല്യാണമായാലും എന്താ IPL വിട്ടൊരു കളിയില്ലല്ലേ. ഇവിടെ മാറ്റിയടാ, ബിഗ് ബോസ് വെച്ചടാ. ഇവിടെ ബിഗ് ബോസ് ആരാ ആർമിയ ഈ പ്രശ്നം. ബിഗ് ബോസിൽ ആരും ആർമിയില്ല, എല്ലാം കുറവാണ്. ടേസ്റ്റ് ഉണ്ടാ? നീ ഒന്ന് കരയോ? This is our dance master Vikram. This is our dance team taking rest. This is our impact player Achu. ഡാൻസ് കളിക്കണ്ടേ? എന്തെങ്കിലും ആവോ? പഠിച്ചിനാ? എന്റെ കാലടിച്ച ഓടിക്കൂ. ഇവിടെ വന്നിട്ട് ഒന്നുകൂടി വെറുപ്പിച്ചല്ലേ അല്ലേ? കൈവപ്പിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെന്തെല്ലാം ഫുള്ള് നല്ല വൃത്തിക്ക് പാടുന്നുണ്ട്. ഹൽദില്ലാതെ നമ്മൾ സൂപ്പർ കിണ്ണങ്ങച്ച പാരഡിയും പിന്നെ ബാക്കി കുറെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുക്കും ഓടിച്ചോടത്തിലേക്ക്.
എന്തിന് നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ ടീമായല്ലോ അവിടെ ഓടിച്ചോടത്തിൽ വന്നില്ല. സോ അവരെ പോയി കണ്ട് അവരെ വർക്ക് എന്തായെന്നല്ല നോക്കാൻ വേണ്ടിട്ട്. നാളത്തെ സോഫ. ഹലോ, നമ്മളെ ചങ്ങാഴ്ച എടുത്തു, നമ്മളെ ചങ്ങാഴ്ച മൊയിലാളി എടുത്തു. മൊയിലാളി ഹലോ. നാടത്തെല്ലോ കഴിഞ്ഞ് ഇനി പാട്ട് വെച്ച് ഡാൻസ് കളിക്കല് ഇത്രേ ഉള്ളൂ. അച്ചോട്ടെ ഒന്ന് ഇരുന്ന് നോക്കിയാ നാളെ മൂപ്പര് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സെറ്റല്ലേ? കംഫർട്ടില്ലേ? നല്ല കംഫർട്ടില്ലേ? ഓക്കെ. റിവ്യൂ എനിക്ക് മൂപ്പര് പറഞ്ഞു കൊടുക്കുക നാളെ എങ്ങനെ ഇരിക്കണ്ടേന്ന്. നിങ്ങളെ കഷ്ടപ്പാട് എന്തായാലും ആള് കാണും ഉറപ്പാ. നിങ്ങളെ ഇതിൻ്റെ പേരെന്തേനോ കുറച്ച് വശത്ത് പറയും കേൾക്കൂല. ഡ്രീം ഗ്ലാൻസ് ഇവന്റ്. ഓക്കെ. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. നാളെ ആകുമ്പോൾ എത്ര കിട്ടില്ലായിരിക്കും. ഷാൻ്റെ മോനെ നാളെ ഈ സ്ഥലത്ത് മൊത്തം ആളുണ്ടാവില്ലേ. ഇതെന്തിനാരോ ഇങ്ങനെ ആക്കിയേ? സൗണ്ടിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് സാധനം. സൗണ്ടിൻ്റെ ഒന്നല്ല ശരിക്കും എക്കോ അടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം ചെയ്യാം. മറ്റേ സൗണ്ട് പ്രൂഫ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് എക്കോ അടിക്കുന്നില്ലേ? നമ്മൾ അടിക്കുന്ന സൗണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടിക്കാനാണ്. അത് പുറത്തേക്ക് പോകാണ്ടിരിക്കാനാണ്. എന്തോ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കും അറിയില്ല. ഏട്ടാ നാളെ ഇല്ലേ ഈ സ്റ്റേജിൻ്റെ ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു ഭാഗം നടുവിൽ ഫുള്ള് പെമ്പിള്ളറായിരിക്കും. കുറച്ചായില്ലേ അടിങ്ങനെ വേണ്ടേ? അല്ലെ നമ്മളെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണ്ട. നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കാം. അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കണം. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും സെറ്റാക്കിട്ട് എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരാക്കിയപ്പോൾ അതെന്തിനാ തോള പണ്ടുകൂടെ തിയേറ്ററിന് ആടെ പ്രൊജക്ടർ വെക്കാൻ വേണ്ടി കണ്ടാ. ശനായേട്ടാ സെറ്റല്ലേ? പേടിയുണ്ടോ? പേടിയുണ്ട്. എന്തിനാ പഠിക്കുന്നത്? ഇത്ര ആൾക്കാരൊന്നും കല്യാണം കഴിക്കണം വെച്ചിട്ടാ? കല്യാണം കഴിക്കാത്ത പേടി. ഒന്ന് എക്സ്പീരിയൻസ് ആയിക്കോളൂ. അടുത്ത പോയി ശരിയാക്കാം എന്ത് തെറ്റുണ്ടെങ്കിൽ. ഇനി പരിപാടിക്കില്ല കല്യാണത്തിന് വർക്കും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവർ ചെയ്തു തുടങ്ങി. പിന്നെ നമ്മളെ ശിവനായിട്ടാണെങ്കിലും മൂപ്പര് ഭയങ്കര ടെൻഷനാണ്. കാരണം കല്യാണം പിന്നെ ആർക്കും ടെൻഷൻ ഉണ്ടാവല്ലോ, സ്വാഭാവികം. അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മളെ കല്യാണ വീട്ടിലേക്ക് എന്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇത് യൂട്യൂബിൽ വരെ ഇവിടെ അടുത്ത്. എൻ്റെ മോനെ കോൺസെൻട്രേഷൻ കണ്ട നടക്കട്ടെ. ഈ എന്താ പ്രാക്ടീസ് ചെയ്തത്? കുടി നല്ല ശരി തന്നെ. നിങ്ങളെ കഥ പറച്ചിൽ കഴിഞ്ഞാ ഈ എപ്പടെ പഠിക്കാം? ആടെ ഇന്റെ തുമ്പിയെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നമ്മൾ തെറ്റിക്കൂന്ന് ഉറപ്പുള്ള ഒരാളുള്ളൂ. നീയാ ലാസ്റ്റ് റിഹേഴ്സൽ പഠിക്കാവുന്നില്ല. എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ഇത്ര ഉള്ളൂ. എന്തും കളിക്കാം എല്ലാവർക്കും. ഇപ്പൊ സമയം എത്രയായി? 4:45. 4:45 ഓഡിറ്റോറിയത്തിൽ വന്നിന് ഡെക്കറേഷൻ തീർന്നു നോക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു മനസ്സമാധാനത്തിന്. എന്താല്ലേ ഉറക്കവും ഇല്ല. ഇത്തിരി നേരമാണെന്ന് ഡാൻസും കളിച്ചിട്ട് വേറെ പിന്നത്. ഇനി വണ്ടി കണ്ടാ പിന്നെ ഇരുന്നില്ലെങ്കിൽ പിന്നെ മൂപ്പരിക്ക് ചന്തി ഓർക്കൂല. അങ്ങനെ അടാ ഇവര് കിടിലാക്കുവാ. കൊള്ളാം, സൂപ്പർ. ദൂരത്ത് നോക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? നൈസ്, ഐ ലൈക്ക്. ഭയങ്കര മിനിമലിസ്റ്റിക് പക്ഷേ രസമുണ്ട്. ചേച്ചിക്ക് ഉറക്കം പറ്റി പണിക്കൊന്നും പോണ്ടാന്നേ. സംഭവം അടിപൊളിയാട്ടാ. എങ്ങനെയുണ്ട്? അല്ല അതല്ല സ്റ്റേജ് എങ്ങനെയുണ്ട്? ഒരു ചങ്ങായി നേരത്തെ വന്നിട്ട് അത്ഭുതപ്പെട്ട് പോയിട്ടുള്ളൂ. ഇപ്പം അടുത്താളെ കൂടിയിട്ട് വന്നത്. അപ്പോൾ നമ്മളെ നാളെയല്ല ഇന്ന് ചങ്ങായി ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ കാണാൻ നല്ല സുണ്ടറാ. ഈ ഒരു ഫ്രെയിമിലില്ലേ, ഫ്രെയിമിൽ കിട്ടില്ലോ കണ്ടാ അടിപൊളി. അല്ലാ സമയത്ര 5:15 ഉറങ്ങാനാ. ഇനി എന്തിനും ഉറങ്ങുന്നേ? ഗുഡ് മോർണിംഗ് ആയി. ഇതാണ് കല്യാണം വീട്. കല്യാണത്തിന് മുമ്പ് കാണിച്ചിട്ടില്ലല്ലോ. കല്യാണപ്പണ്ണി ഈസ് ഹിയർ ഗൈസ്. ഓരോ സാധനവും ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം ഈ കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണത്തിന്റെ പ്രധാനമായ കാര്യം ഈ താലികെട്ടും മോതിരിടലൊക്കെ. അപ്പൊ ഞാൻ ഇതേത് കാട്ടപ്പോയി കിടക്കുന്നുണ്ട്. വീഡിയോ എടുക്കണം, ബ്ലോഗ് എടുക്കണം എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നതല്ലാണ്ട് ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഒരു സ്ഥലത്ത് കല്യാണം നടക്കുമ്പോ ഒരു സ്ഥലത്ത് ഞാനും തമ്മിൽ ഈ നട്ടപ്പൂരിന്റെ നേരത്ത് കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. കല്യാണോ കാണാൻ കഴിയില്ല. കേക്ക് മുറിക്കാം, താലി കെട്ടട്ടെ, കേക്ക് മുറിക്കട്ടെ. ഈ കേക്ക് മുറിക്ക് നടക്കാം.
ഒപ്പം കട്ട് ചെയ്യുന്നതിലേക്ക് കട്ട് ചെയ്യുന്ന ശ്രദ്ധ ക്ഷണിക്കുന്ന എല്ലാവരെയും അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സത്യം പറഞ്ഞ ഞാൻ ചെയ്യേണ്ട പരിപാടിയാണ്. അല്ല എൻ്റെ അടുത്ത് അനൗൺസ് ചെയ്യാൻ പറയാം. ഞാൻ പറഞ്ഞ എനിക്ക് എടുത്ത ആൾക്കാർ പേരറിയില്ല. മടിയായിട്ടല്ല, അങ്ങോട്ടോട് മുറിച്ച് വിഷുന്നുണ്ടാവല്ലോ മക്കിപ്പോന്ന് പറഞ്ഞു. താലികെട്ട് മോതിരമായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയാണ് തീ പാടുന്ന പരിപാടി. നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമ്മള് പൊളിക്കും. സ്റ്റേജ് പൊട്ടിക്കേണ്ടി പിന്നെ അവർ പൈസ കണ്ടു അല്ലത്രേ ഉള്ളൂ. നമ്മള് വിളിക്കും. അടുത്ത സെക്കൻഡ് ഞാനൊരു ചൂണ്ട കിട്ടില്ല പോലാക്കി. സ്റ്റേജിൽ ചെറുതായിട്ട് പൊട്ടിയതെല്ലാം പറയുന്നത് അമ്മോ എനിക്കറിയില്ല കാര്യമായിട്ട്. ഞാൻ ആ ഡാൻസിന്റെ ഫ്ലോയില് ഒന്നും ശ്രദ്ധിച്ചില്ല. സോ അതല്ലെങ്കിൽ തളർന്ന് ചത്ത് പണ്ടാണെങ്കിൽ പിന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇപ്പൊ ചൂടുകാരന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒരു സ്ഥലത്ത് കാറ്റത്ത് പോയിട്ട് അങ്ങ് ഇരിക്കല്ലാണ്ട് വേറെ ഒന്നും പറ്റിയിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി ചോറിട്ടി എത്ര നേരം കാത്തിരുന്ന് അറിയോ. കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഫുള്ള് തെറ്റിയിട്ടില്ല. അങ്ങനെ അവിടുത്തെ ഫുഡും കഴിച്ചിറങ്ങിയ ശേഷം പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അടുത്ത ചൂടുകൊണ്ടും ഉള്ള പണിയിലെടുത്തിട്ട് പിന്നെ ഡാൻസെല്ലാം കളിച്ചതിന്റെ ക്ഷീണത്തിൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞു നടന്നിട്ടില്ല. സോ എന്റെ കസിൻ നമ്മളെ ക്ഷീണമായിട്ടും അങ്ങനെ കല്യാണം കഴിച്ച് പോയിരിക്കുകയാണ്. സോ ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ. സോ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.